السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സൂറ ആൽ ഇംറാൻ 123 ആയത്തുകളാണ് നമ്മൾ ഇതിനകം പഠിച്ചത്. 124 മുതൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതായി ഉണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم بثلاثة آلاف من الملائكة منزلين بلى إن تصبروا وتتقوا ويؤتوكم من فورهم هذا يمددكم ربكم بخمسة آلاف من الملائكة مصومين لما جعله الله إلا بشرى لكم ولتطمئن قلوبكم به وما النصر إلا من عند الله العزيز الحكيم. ഇത് തഖൂലു, ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തന്നെ അത് വേറൊന്നിൻ്റെ കൂടെ പറയുമ്പോഴാണ് പൂർണ്ണാർത്ഥം കിട്ടുക. ഓർക്കുക എന്നും സന്ദർഭം എന്നും ഒക്കെ അർത്ഥം കിട്ടും സന്ദർഭത്തിനനുസരിച്ച്. ഇത് തഖൂലു, നീ പറഞ്ഞ സന്ദർഭം. ഖാല പറഞ്ഞു, യഖൂലു അവൻ പറഞ്ഞു, തഖൂലു നീ പറഞ്ഞു, അഖൂലു ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു എന്താ പറയാ? യഖൂലു അവൻ പറഞ്ഞു, തഖൂലു നീ പറഞ്ഞു, അഖൂലു ഞാൻ പറഞ്ഞു, നഖൂലു എന്ന് പറഞ്ഞാൽ നാം പറഞ്ഞു. ലിൽ മുഅ്മിനീന വിശ്വാസികളോട് പറഞ്ഞു. അലൻ യക്ഫിയകും നിങ്ങൾക്ക് മതിയാവില്ലേ? നിങ്ങൾക്ക് മതിയാവൂലേ? പോരെ? അയ്യുമിദ്ദക്കും നാഥൻ നിങ്ങളെ സഹായിക്കുന്നത്, റബ്ബുക്കും നിങ്ങളുടെ നാഥൻ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് മതിയാവില്ലേ? ബിസലാസത്തി ആലാഫ് 3000 കൊണ്ട്. അലിഫ് 1000, അലിഫൈൻ 2000 കഴിഞ്ഞാൽ പിന്നെ ആലാഫ് ആയിരങ്ങൾ. എത്ര ആയിരങ്ങൾ? സലാസത്താണോ അർബഅത്താണോ ഖംസത്താണോ എന്നൊക്കെ അതിനപ്പുറം പറയും. അങ്ങനെയാണ്. മിനൽ മലായിക മലക്കുകളിൽ നിന്ന്, മുൻസലീൻ എന്താണ്? അൻസല ഇറക്കി. മൻസിൽ എന്ന് പറയില്ലേ? സുഹറ മൻസിൽ നമുക്ക് പറയില്ലേ? അപ്പൊ മുൻസലീൻ ഇറക്കപ്പെട്ടവരായി നീ സത്യവിശ്വാസികളോട് പറഞ്ഞ സന്ദർഭം.
നിങ്ങളുടെ നാഥൻ 3000 മലക്കുകളെ ഇറക്കി നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് മതിയാവില്ലേ? ഉഹുദിന്റെ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ ഉഹുദിന് ശേഷം ആണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. അപ്പോ ഉഹുദിനെ കുറിച്ച് പറയുമ്പോൾ ബദറിനെ കുറിച്ചും പറഞ്ഞു. അയാളെ മസും കിടപ്പ് ഒന്നുമില്ല. അല്ല, ഞാൻ ബദറിനെ പറ്റി പറഞ്ഞു പെട്ടുള്ളൂ. അപ്പോ ബദറിനെ കുറിച്ച് പറഞ്ഞത് എന്തിനാണ്? ഉഹുദിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, നിങ്ങൾ ദുർബലരായിരിക്കെ അള്ളാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന് ശേഷമാണ് ഈ ആയത്ത് പറയുന്നത്, ഇത് തഖൂലുലിൽ മുഅ്മിനീന അലയക്ഫീകും അയ്യുമിദ്ദകും റബ്ബുക്കും. അതായത് നബിയോട് അള്ളാഹു പറയാണ്, നീ വിശ്വാസികളോട് പറഞ്ഞ ഒരു സന്ദർഭം, നിങ്ങൾക്ക് മതിയാവില്ലേ നിങ്ങളുടെ നാഥൻ 3000 മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങളെ സഹായിച്ചാൽ? അതുപോലെ നിങ്ങൾക്ക് അതുപോലെ ബല, അതെ. ഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, വതത്തഖൂ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയാണെങ്കിൽ, വയഅതൂകും, അവർ നിങ്ങളുടെ അടുത്ത് വന്നെത്തുകയും, മിൻ ഫൗരിഹിം, അവരുടെ ഈ ക്ഷണത്തിൽ തന്നെ, ആ സമയത്ത് തന്നെ, ഹാദാ യുംദിദുക്കും, നിങ്ങളെ സഹായിക്കും, റബ്ബുക്കും, നിങ്ങളുടെ നാഥൻ, ബിഖംസത്തി ആലാഫ്, 5000 പേരെ കൊണ്ട്, മിനൽ മലായിക, മലക്കുകളിൽ നിന്നുള്ള, മുസവ്വിമീൻ എന്ന് പറഞ്ഞാല് പ്രത്യേകം അടയാളപ്പെടുത്തപ്പെട്ടവരായ. സംശയം വേണ്ട, നിങ്ങൾ ക്ഷമയവലംബിക്കുകയും സൂക്ഷ്മത പാലിക്കുകയുമാണെങ്കിൽ ശത്രുക്കൾ ഈ നിമിഷം തന്നെ നിങ്ങളുടെ അടുത്ത് വന്നെത്തിയാലും നിങ്ങളുടെ നാഥൻ പ്രത്യേക അടയാളങ്ങളുള്ള 5000 മലക്കുകളാൽ നിങ്ങളെ സഹായിക്കും. നമുക്ക് നോക്കാം, ഇതും കൂടി ഒന്ന് നോക്കിയിട്ട് നോക്കാം. വമാ ജഅലല്ലാഹു, അല്ലാഹു അതിനെ ആക്കിയിട്ടില്ല, ഇല്ലാ ബുശ്റാ, ശുഭവാർത്തയായിട്ടല്ലാതെ. എല്ലാരും ഇങ്ങനെ ചോദിക്കേന്, നിങ്ങൾ വന്നില്ലേ? അപ്പൊ തന്നെ നിങ്ങൾ വന്നല്ലേ? വമാ ജഅലല്ലാഹു, അല്ലാഹു ആക്കിയിട്ടില്ല. ജഅല എന്ന് പറഞ്ഞാല് ആക്കി. ഇല്ലാ ബുശ്റാ, സന്തോഷവാർത്തയായിട്ടല്ലാതെ, ലക്കും, നിങ്ങൾക്ക്, വലിതത്മഇന്ന, തുമഇനീനത്ത് ലഭിക്കാൻ എന്ന് പറഞ്ഞാൽ ശാന്തമാകാൻ, ഖുലൂബുക്കും, നിങ്ങളുടെ ഖൽബുകൾ, ഖൽബിന്റെ ജംആണ് ഖുലൂബ്, ബിഹി, അതുവഴി, വമൻ നസ്റു, സഹായം, ഇല്ലാ മിൻ ഇൻദില്ലാ, അല്ലാഹുവിൽ നിന്നല്ലാതെ, അൽ അസീസിൽ ഹകീം, സാക്ഷാൽ പ്രതാപിയായവനും സാക്ഷാൽ യുക്തിമാനും ആയ അള്ളാഹു. അള്ളാഹു ഇவ்விதം അറിയിച്ചത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ്, നിങ്ങളുടെ മനസ്സുകൾ ശാന്തമാകാനും യഥാർത്ഥ സഹായം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ വിശദീകരണം നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഒന്നും മനസ്സിലായില്ലല്ലോ? നിങ്ങളെ കണ്ടപ്പോൾ തന്നെ തോന്നി നിങ്ങൾക്കൊന്നും മനസ്സിലായി. ചിലത് നിങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലായിക്കണേന്ന്. ചിലത് നിങ്ങൾ മനസ്സിലായ പോലെ ഇരിക്കും,
പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഉഹുദ് യുദ്ധത്തിന് ശേഷമാണ് മൊത്തത്തിൽ ഇതൊക്കെ പറയുന്നത്. അപ്പോ ഈ പറഞ്ഞ സംഗതി ഉഹുദിൽ ഉള്ള സംഭവത്തെ കുറിച്ച് തന്നെയാണോ അതല്ല ബദറിൽ ഉള്ള സംഭവത്തെ കുറിച്ചാണോ എന്ന വിഷയത്തിൽ രണ്ട് വീക്ഷണം. അങ്ങനെ വീക്ഷണം ഉണ്ടാവാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, ആദ്യം പറഞ്ഞത് എന്തിനെ കുറിച്ചാന്ന് വെച്ചാല് ഉഹുദിനെ കുറിച്ചാണ്. ഉഹുദിനെ വിശകലനം ചെയ്യാം. എവിടെ ഉഹുദിനെ വിശകലനം ചെയ്യാൻ തുടങ്ങിയിരുന്നത് നമ്മുടെ അല്ലേ 121 ആയത്തില് പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയായിരുന്നു. സത്യവിശ്വാസികൾക്ക് യുദ്ധത്തിന് താവളമൊരുക്കാനായി നീ നിന്റെ കുടുംബത്തിൽ നിന്ന് പുലർച്ചെ ഇറങ്ങിത്തിരിച്ച കാര്യം ഓർക്കുക. ഇത് ഉഹുദിനെ കുറിച്ചാണ്. അതിന്റെ തുടർച്ചയായിട്ട് ഓർക്കുക നിങ്ങളിലെ 2 വിഭാഗം ഭയന്നോടാൻ ഭാവിച്ച സന്ദർഭം. അതൊക്കെ ഉഹുദിനെ കുറിച്ചാണ്. അതൊക്കെ പറഞ്ഞത് ഉഹുദിനെ കുറിച്ചാണ്. എന്നിട്ട് പിന്നെ ബദറിനെ കുറിച്ച് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങളെ പണ്ട് ബദറിൽ നാം സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെ ഇവിടെ നിന്നും എന്ത് ചെയ്യാം, സഹായിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അവിടെ നിങ്ങളെ സഹായിച്ച നാഥൻ ഇവിടെയും നിങ്ങളെ സഹായിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ബദറിനെ കുറിച്ച് പറഞ്ഞു. ആ ബദറിനെ കുറിച്ച് പറഞ്ഞ 123 ആയത്ത് വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലക്കും തഷ്കുറൂൻ എന്ന് പറഞ്ഞതിന്റെ ശേഷമാണ് ഇത് തഖൂലു ലിൽ മുഅ്മിനീന എന്ന് തുടങ്ങിയിട്ട് പറയുന്നത്. അപ്പൊ 2 അഭിപ്രായം വന്നത് എന്താന്ന് വെച്ചാല്, ഉഹുദിനെ പറ്റിയാണല്ലോ പറഞ്ഞു തുടങ്ങിയത്, അതിന്റെ ഇടയ്ക്ക് ബദർ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നല്ലേ ഉള്ളൂ. അപ്പൊ ഈ പറയണതും ഉഹുദിനെ കുറിച്ച് തന്നെ ആണ് എന്നാണ് ഒരഭിപ്രായം. ഉഹുദിനെ പറ്റി തന്നെ ഉഹുദിൽ മലക്കുകൾ ഇറങ്ങി നിങ്ങളെ സഹായിക്കുന്നു. നബി ഇതിപ്പോ എന്താ സംഭവം, നബി സഹാബികളോട് ആദ്യം തന്നെ പറഞ്ഞതാണ്, നിങ്ങളങ്ങനെ എന്താവണ്ട, ബേജാറൊന്നാവണ്ട, അള്ളാഹു 3000 മലക്കുകൾ ഇറക്കി നിങ്ങളെ സഹായിച്ചാൽ അതുപോലെ നിങ്ങൾക്ക്. അപ്പൊ അത് പറയുന്നവരുടെ വിശദീകരണം എന്താന്ന് വെച്ചാല് 1000 പേരുമായിട്ടാണ് ഉഹുദിലേക്ക് വന്നത്. വഴിക്ക് വെച്ച് ആ ചങ്ങായിന്റെ കൂടെ പോയത് എത്രയാണ്? 300 ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും ചില ആൾക്കാർക്ക് ഇതിപ്പോ ഒരു അബദ്ധമായല്ലോ എന്ന് തോന്നുമല്ലോ, അങ്ങനെ തോന്നൂ അല്ലേ? അപ്പൊ റസൂലുള്ള പറയാണ്, ഒരു 300 അല്ലേ പോയത്, അതൊരു 3000 മലക്കൾ ഇറക്കിയിട്ട് നിങ്ങളെ സഹായിച്ചാൽ നിങ്ങൾക്ക് അത് പോരെ. ഈ പോയ 300 മുനാഫിക്കുകളെ കുറിച്ച് നിങ്ങൾ എന്തിനാ ബേജാറാണത്? ഒരു പോട്ടൻ 300 പോയതെങ്കിൽ 3000 മലക്കുകൾ അല്ല ഇറക്കി തന്നാൽ അതുപോലെ നിങ്ങൾക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് എപ്പോ ചോദിച്ചതായിക്കൂ, ഉഹുദില് ഉള്ള ചോദ്യം തന്നെ ആയിട്ടാണ് അങ്ങനെ പറയുമ്പോ മനസ്സിലാവുക. എന്നാൽ അതേ സമയത്ത് ഇത് തൊട്ടു മുമ്പ് ബദറിനെ കുറിച്ച് പറഞ്ഞ ആയത്തിനോട് ചേർത്തി തന്നെ പറയുകയാണെങ്കിലോ, അങ്ങനെ പറയുകയാണെങ്കിലോ 1000 പേരാണ് മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്നുള്ളത് ബദറില്. അപ്പൊ 313 ആള് മാത്രമാണ് വിശ്വാസികളുടെ കൂടെ ഉള്ളൂ. അപ്പോ പറയാണ്, ഇതിന്റെ കൂടെ ഒരു 3000 മലക്കുകൾ അത് ഇറക്കി തന്നാൽ നിങ്ങൾക്ക് പോരെ എന്ന് പറഞ്ഞാൽ അത് മുശ്രിക്കുകളുടെ എത്ര ഇരട്ടിയാവും? 1000 ആളുള്ളതിന്റെ 3 ഇരട്ടിയാവും. ഇനി മുഅ്മിനീങ്ങളുടെ എത്ര ഇരട്ടിയാവും? മുഅ്മിനീങ്ങൾ 300 ആളല്ലേ ഉള്ളൂ, 10 ഇരട്ടിയാവും. അപ്പൊ 2 ആയാലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ബേജാറാകുന്നത്, നിങ്ങൾക്ക് അത് പോരേ എന്ന് ചോദിക്കുന്നതാണ്. അള്ളാഹിന്റെ സഹായം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പോരെ എന്ന് ചോദിക്കുന്നതാണ്. അപ്പോ ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട്, ആ ചോദ്യം ആര് ചോദിച്ചതായിട്ടാണ് അള്ളാഹ് പറഞ്ഞത്? നബി ചോദിച്ചതായിട്ടാണ്. അതാണ് നീ ചോദിച്ച സന്ദർഭം എന്ന് അള്ളാഹ് പറയാണ്.
നീ വിശ്വാസികളോട് പറഞ്ഞ സന്ദർഭം നിങ്ങളുടെ നാഥൻ 3000 മലക്കുകളെ ഇറക്കി നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് മതിയാവില്ലേ എന്ന് നീ അവരോട് ചോദിച്ച സന്ദർഭം. അപ്പൊ ചോദ്യം ആരുടേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമാണ്. ആ ചോദ്യത്തെ ഉദ്ധരിക്കുകയാണ് ആര്? അള്ളാഹു. നീ അങ്ങനെ ചോദിച്ചൊരു സന്ദർഭം. ഇനി ബലാ, അതാരുടെ മറുപടിയാണ്? അള്ളാന്റെ ഒരു പ്രസ്താവനയാണ് ഇനി വരുന്നത്. അള്ളാഹു താല പറയാണ്, ഈ അങ്ങനെ അവരോട് ചോദിച്ചല്ലോ, ശരിയാണ്, ബലാ, സംശയമൊന്നും വേണ്ട, അത് ഓക്കെയാണ്. ഈ ബലാ എന്ന് പറഞ്ഞാല് ചോദ്യത്തിന്റെ ഉത്തരായിട്ട് പറയുന്നതാണ്. ബലാ, ശരി തന്നെയാണ് നിങ്ങളെ പറഞ്ഞത്. പക്ഷെ ആ ശരി തന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നിടത്ത് ഒരു കണ്ടീഷൻ, അള്ളാഹു വെക്കുന്ന കണ്ടീഷൻ എന്താണെന്നറിയോ? ഇം തസ്ബിറൂ, നിങ്ങൾ സ്വബറുള്ളവരാണെങ്കിൽ, വതത്തഖൂ, നിങ്ങൾ തഖ്വയുള്ളവരുമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ വയഅതൂകും മിൻ ഫൗഹിം ഹാദാ യുംദിദുകും റബ്ബുകും ബിഖംസത്തി ആലാഫ്. ശത്രുക്കൾ നിങ്ങളടുത്ത് വന്നെത്തുമ്പം തന്നെ, ആ സമയത്ത് തന്നെ നിങ്ങളുടെ നാഥൻ നിങ്ങളെ സഹായിക്കും കേട്ടോ. ബിഖംസത്തി ആലാഫിൻ മിൻ മലായിക. നിങ്ങൾ 3000 പറഞ്ഞ നബിയെ, 5000 മലക്കുകൾ കൊണ്ട് 2000 അള്ളാഹു അധികം പറഞ്ഞു. നിങ്ങളെ 3000 മലക്കുകൾ ഇറക്കിയിട്ട് സഹായിക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും. 3000 മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. പിന്നെ നിങ്ങൾ പേടിക്കണ്ടെന്നല്ലേ നിങ്ങൾ അവരോട് പറഞ്ഞത്? ബലാ, ശരിയാണ്. ശത്രുക്കൾ നിങ്ങളടുത്ത് വരുമ്പം തന്നെ 5000 മലക്കുകളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ ശക്തിപ്പെടുത്തും. പക്ഷേ കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ സ്വബറും തഖ്വയും നിങ്ങൾക്ക് വേണം, എന്നാലാ സഹായം കിട്ടുക. ഈ സ്വബറും തഖ്വയും ഉണ്ടെങ്കിൽ നിങ്ങൾ ബേജാറാകേണ്ടിയില്ല. അപ്പം മലക്കുകൾ വരും. എങ്ങനത്തെ ജാതി മലക്കുകളാണ്? മുസവ്വിമീൻ, അടയാളപ്പെടുത്തപ്പെട്ട മലക്കുകൾ എന്ന് പറഞ്ഞാല്, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ യൂണിഫോം ഇട്ടാന്ന് പറയാം. ഇവരെല്ലാവരും ഒരേ അടയാളത്തിലായിരിക്കും. മലക്കുകളെ സംബന്ധിച്ച് ഡ്രസ്സ് എന്ന് പറഞ്ഞ സംഗതി നമ്മളെ രൂപം ഇതൊന്നായിട്ട് ബന്ധമില്ല. പക്ഷെ ഏതോ നിലക്ക് അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്നു അവർക്ക് ഒരു അടയാളം. അത് ഈ ദൗത്യത്തിന് പ്രത്യേകം ഇറങ്ങാൻ ഉള്ള ആൾക്കാരാണെന്നുള്ളത്. അത് സൈന്യങ്ങളുടെ ഇടയിലൊക്കെ അങ്ങനെ ഉണ്ട്. പട്ടാളത്തിലും പിരിഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ലല്ലേ? അതായത് ഓരോ ഓപ്പറേഷന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കുന്ന ആളുകളെ പ്രത്യേകം അടയാളപ്പെടുത്തും. അവർക്ക് അവരുടേതായ പ്രത്യേകമായ ഡ്രസ് കോഡും പ്രത്യേക രീതികളും ഒക്കെ ഉണ്ടാവും. സ്റ്റാർ ഉണ്ടാവും, അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇവരെ, മുഅ്മിനീങ്ങളെ, ഈ യുദ്ധത്തിൽ പ്രതിസന്ധിയിൽ സഹായിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നതും എങ്ങനെയാണ്? പ്രത്യേകമായ അടയാളങ്ങളോട് കൂടിയിട്ടാണ്. അപ്പോ മനസ്സിലായില്ലേ? ബദറിലാണോ ഉഹുദിലാണോ? ബദറിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഉഹുദിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഇനിയിപ്പോ ഇവിടെ എവിടെങ്കിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ കണ്ടീഷൻ ഉണ്ട്. സ്വബറും വേണം, തഖ്വയും വേണം. ഈ സ്വബർ എന്ന് പറയുന്നതില് ചെറിയൊരു തകരാറ് ഉഹുദിൽ സംഭവിച്ചു. ബദറിൽ അങ്ങനെ സംഭവിച്ചില്ല. അതുകൊണ്ട് ബദറിൽ സമ്പൂർണ്ണ വിജയമായിരുന്നു. അപ്പൊ അള്ളാഹ് സഹായിക്കും എന്ന് പറഞ്ഞാല് അള്ളാന്റെ സഹായത്തിനുള്ള അർഹത നമുക്കുണ്ടാകണം. അതാണ് അള്ളാഹ് സഹായിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യവസ്ഥ ഈ പ്രപഞ്ചത്തിന് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതിന് സുന്നത്തുല്ലാ എന്നാണ് പറയാ. സുന്നത്തുല്ലാ എന്നാണ് അതിന് പറയാ. ആ സുന്നത്തനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുക.
ആ കാര്യങ്ങളെ അള്ളാഹു ചില പ്രത്യേക ഘട്ടങ്ങളിൽ അവന്റെ പ്രത്യേക ഇടപെടലുകൾ കൊണ്ട് എന്താക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കും. നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? കണ്ണടച്ചതാണ്. അപ്പോ കടലിന് തീപിടിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ? കടലിന് തീപിടിക്കുവോ കടലിന്? അങ്ങനെയാ? അതായത് നമ്മൾ പണ്ടേ പഠിച്ച് H2O ആണ് വെള്ളം എന്ന് പറയുന്നത്. സേഫൊക്കെ ഇവിടെ ഉണ്ട്. H2O അത് ഫിസിക്സ് അല്ലേ? നിങ്ങൾ ബയോളജി ജയിക്കൂലേ? ഇതിൽ പെട്ടതാ അത്? കുറച്ചതിലുണ്ടാവും അല്ലേ? കെമിസ്ട്രിയാ. നമ്മൾ തമ്മിലൊക്കെ ഉള്ളൊരു കെമിസ്ട്രി നന്നാവണം അല്ലേ? എന്നാലാണ് കാര്യങ്ങൾ. H2O എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും ഓക്സിജൻ. അപ്പോ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാല് തീ കത്തുന്നത് അങ്ങനെയാണ് ആദ്യമൊക്കെ. പിന്നെ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ കത്താൻ സഹായിക്കുന്നത്. ഒന്ന് സ്വയം കത്തുന്നതും മറ്റൊന്ന് കത്താൻ സഹായിക്കുന്നു. താനേ കത്തുന്നതും കത്താൻ സഹായിക്കുന്നതുമായ രണ്ട് കാര്യങ്ങളെ ഒരു പ്രത്യേക അനുപാതത്തിൽ വെച്ചപ്പോ കത്തുന്നത് കെടുത്തുന്ന സാധനമായി, വെള്ളമായി. അപ്പൊ മൊത്തം കടലിലുള്ളത് വെള്ളമാണ്. പക്ഷെ ഈ അനുപാതത്തിൽ ചെറിയൊരു മാറ്റം ഇങ്ങോട്ട് വരുത്തിയാൽ എന്താവും? പിന്നെ കത്തൽ തന്നെയാണ്. ഇതാണ് സംഭവം. ഇത്രേ ഉള്ളൂ. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇബ്രാഹിം നബീനെ തീയിലെറിഞ്ഞപ്പോ അള്ളാഹു തആല എന്ത് ചെയ്തെന്ന് വെച്ചാല്, അതിന്റെ ആ ചൂട് എന്ന് പറയുന്നതാണല്ലോ തീയിന്റെ പ്രശ്നം. തീയിന്റെ സാധ്യതയും അത് തന്നെയാണ്, തീയിന്റെ പ്രശ്നവും അത് തന്നെയാണ്. അതൊന്ന് ഇങ്ങോട്ട് തിരിച്ചു വെച്ചപ്പോ എന്തായി? പിന്നെ തീ എന്തായിന്ന് വെച്ചാൽ തണുപ്പായി മാറി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, അങ്ങനൊക്കെ വെറുതെ പറയാണ്, തീ എങ്ങനെയാണ് ഇപ്പൊ കേടുക? തീയായിട്ട് ഇങ്ങനെ ആളി കത്തുന്നുണ്ട്, പക്ഷെ അതിന് ചൂടില്ല. കാരണം ആ സാധനം എന്താക്കി നോക്കിച്ചു. ഇത്രയുള്ളൂ. അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ നീങ്ങുക. അപ്പൊ ആ സിസ്റ്റം അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുമ്പോൾ തന്നെ അള്ളാഹുവിന് സ്വന്തം, അള്ളാഹ്ക്ക് വേണമെങ്കിൽ, അള്ളാഹ്ക്ക് അതിനൊക്കെ അധികാരമുണ്ട്. കാരണം ഇതൊക്കെ ഈ സിസ്റ്റം ഒക്കെ കൊടുത്തതാരാ? അല്ലേ? ആ അള്ളാഹു ചില സന്ദർഭങ്ങളിൽ എന്താക്കും? ഇപ്പോ കടലിന്റെ വെള്ളത്തിന്റെ ഒഴുകുക എന്ന സംഗതിനെ നിർത്തിയപ്പോഴാണ് മൂസാ നബി വടിയടിച്ചപ്പോ രണ്ടെണ്ണം അങ്ങോട്ട് പോകും. ഈ ഒഴുകുക എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ പിന്നെ അത് പാറ പോലെ ഇങ്ങനെ നിൽക്കൂ. ആൾക്ക് വേണം അങ്ങ് പോവാം. കുറഞ്ഞ സമയത്തേക്ക് കുറച്ച് സ്ഥലത്തേക്ക് ഇതിന്റെ ഒഴുക്കങ്ങ് നിന്നാൽ തന്നെ എന്തായി? പിന്നെ ആൾക്ക് സുഖമായിട്ട് നടന്ന് അപ്പുറത്ത് പോകും. അപ്പൊ ചില ആള് ചോദിക്കും, കടല് വളർത്തിയപ്പോ വലിയ ആയുണ്ടാവൂലേ? ഇവരിങ്ങനെ താഴോട്ട് എങ്ങനെ പോയി? പിന്നെ അവരെങ്ങനെ കേറി വന്നു? പിന്നെ പല ജാതി ചളിയും ഇതൊക്കെ ഉണ്ടാവൂലേ? ഇതെന്തിനിപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന്. ഈ വെള്ളത്തെ അല്പസമയത്തേക്ക് എന്താക്കി? ഒന്ന് പോസ് ചെയ്തു, സ്റ്റക്ക് നടന്നു. അപ്പൊ അതിലങ്ങ് പോയി. പിന്നെ ആഴം നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അത് പോയി. അപ്പോ ഏതൊരു സംഗതിയെയും അത് നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. പക്ഷെ സാധാരണ നിലയിൽ അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഈ സുന്നത്തിൽ അവൻ യാതൊരു മാറ്റവും വരുത്തുകയില്ല. അതുകൊണ്ട് എന്താന്ന് വെച്ചാല്, നിരപരാധിനെ കത്തിയെടുത്ത് കുത്തിയാലും അപരാധിനെ കത്തിയെടുത്ത് കുത്തിയാലും ചോര വരും, ആള് മരിക്കും. അതൊരു എന്താണ്, അതുപോലത്തെ ഒരു സുന്നത്താണ്. ആ സുന്നത്ത് എന്താന്ന് വെച്ചാൽ അള്ളാഹ് ഉണ്ടാക്കി വെച്ചൊരു സിസ്റ്റമാണ്. ഒരാളെ വായ മൂക്കും പൊത്തിപ്പിടിച്ചാല് ശ്വാസം മുട്ടും, ആള് മരിച്ചു. ഇതൊരു സംഗതിയാണ്. അത് ആരും എന്തെന്നൊന്നും ഇല്ല, ആരായാലും അങ്ങനെ തന്നെയാണ്. അതാണ് പ്രകൃതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ പ്രകൃതിയിലുള്ള വ്യവസ്ഥ അനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുള്ളൂ എന്നാണ്. പക്ഷെ അതിനപ്പുറത്തേക്കും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. അതാണ് അഭൗതികമായ സഹായം. ഈ അഭൗതികമായ സഹായമാണ് ബദറിൽ ഉണ്ടായത്. കാരണം ന്യായം അനുസരിച്ച് ഇത്രയേറെ ആയുധങ്ങളും ആൾബലവുമുള്ള ആളുകളെ
ഇത്ര കുറച്ച് ആൾബലമുള്ള ആളുകൾക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ അള്ളാഹു എന്ത് ചെയ്തു? അഭൗതികമായ സഹായം നൽകി. അപ്പൊ അവിടെ മലക്കുകൾ ഇറങ്ങിയെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, ബദറിലും ഉഹുദിലും ഒക്കെ. പക്ഷെ അതെങ്ങനെയാണ് ഇറങ്ങിയത് എന്ന കാര്യത്തില് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. മലക്കുകൾ ഇങ്ങനെ കൂട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയാണോ? മനുഷ്യന്മാരെ പോലത്തെ തന്നെ ഇറങ്ങിയതാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ മനുഷ്യന്മാർ കാണുകയും ചെയ്യും, ശത്രുക്കള് പിന്നെ മുമ്പിൽ ഇവരിങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഒറ്റ മലക്ക് തന്നെ പോലെ. ഒരുപാട് മലക്ക് എന്തിനാ? ഒരു മലക്ക് തന്നെ. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സകലരെ എന്ത് ചെയ്യാം? ചില തമിഴ് സിനിമയിലൊക്കെ കാണുന്ന മാതിരി ആകെ ഇങ്ങോട്ട് അടിച്ച് പൊളിച്ച്, എന്നിട്ട് ഇയാളുണ്ടാവും ഒരു തൊട്ടാവാടിന്റെ മുള്ളിന്റെ കോറൽ പോലും പറ്റാണ്ട് ആള് സാറേ നിൽക്കണ. ഇങ്ങനെ ഉള്ളൊരു മാജിക് പരിപാടി അല്ലല്ലോ. അതേ സമയത്ത് അപ്പൊ മലക്കുകളുടെ സഹായം അഭൗതികമായ രീതിയിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. എങ്ങനെയോ ആണ്. മലക്കുകൾ ഇറങ്ങി എങ്ങനെ സഹായിച്ചു നമുക്കറിയില്ല. കാരണം മലക്കുകൾ എന്ന് പറയുന്നത് തന്നെ എന്താണ്? അഭൗതികമായ സൃഷ്ടികളാണ്. ഈ അഭൗതികമായ സൃഷ്ടിയെ ഭൗതികമായി മനസ്സിലാക്കണം എന്ന് വിചാരിച്ചാൽ അത് കഴിയില്ല. ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനോട് നിങ്ങൾ പോയിട്ട് ചോദിക്കുക, എവിടെയാണ് സർ മനസ്സ്? അറിയില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ചികിത്സിക്കുന്നത്? മനസ്സിനെ നന്നാക്കാനാണ്. എവിടാ മനസ്സ് എന്ന് പറയുന്നത്? നിങ്ങൾ എങ്ങനെ ചികിത്സിക്കുക? ഒരാൾ ഇഞ്ചക്ഷൻ വെക്കണമെങ്കിൽ അയാൾ എവിടെയെന്ന് അറിയണ്ടേ? ഒരാൾക്ക് മരുന്ന് കൊടുക്കണമെങ്കിൽ അയാൾ എവിടെയെന്ന് അറിയണ്ടേ? അയാളിപ്പോ ഇവിടെ ഉണ്ടാവും വിചാരിച്ച് മരുന്ന് കൊടുത്താൽ മതിയോ? അപ്പൊ മനസ്സെവിടെയാണ്? അതൊരു പ്രഹേളികയാണ്. അതെവിടെയാണ്? ഇപ്പോഴും മനുഷ്യന്മാരെ മനസ്സെവിടെയാന്നുള്ളത് അറിയില്ല. ചില ആൾക്കാർ ഇവിടെയാണെന്ന് പറയും, ഒന്നും മനസ്സിലാവണില്ല എന്ന് പറയുമ്പോൾ മനസ്സ് വിടാൻ വിചാരിക്കും അല്ലേ? എന്റെ മനസ്സ് നിറച്ച് ചെയ്യാണെന്ന് പറയുമ്പോ ഇവിടെ തീ മനസ്സ് എന്തായാലും കയ്യിന്റെ വിരലുമ്പലൊന്നും അല്ലാതുള്ളത് മൊത്തത്തിൽ ആൾക്കാർ അറിയുന്ന ഒരു കാര്യമാണ്. കാരണം ആരും എന്തു പറയില്ല, മനസ്സിനൊരു വിഷമം എന്ന് പറഞ്ഞിങ്ങനെ ഉയ്യൽ. പക്ഷെ ഇവിടെ ഉയ്യാത്തുള്ളൂ, ഇവിടെ ഒഴിഞ്ഞു കൊടുക്കലുണ്ട്. എല്ലാം ശരിയാവട്ടോ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒഴിഞ്ഞു കൊടുക്കും. അപ്പൊ ഇവിടെ മനസ്സ് എവിടെയാണെന്ന് അറിയില്ല. അതാണ്. അപ്പൊ എവിടെയാണെന്ന് അറിയാത്ത മനസ്സിനെ ശുശ്രൂഷിക്കുന്ന മനുഷ്യൻ ആത്മാവ് എവിടെയാണെന്ന് എനിക്കിപ്പോ തിരിയണം, ജിന്ന് എവിടെയാണെന്ന് എനിക്ക് കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ, മലക്ക് എവിടെയാണെന്ന് കണ്ടിയില്ലേ മലക്ക് തന്നെയില്ല എന്ന് പറയുന്നത് എത്രത്തോളം യുക്തിശൂന്യമാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾ മനസ്സ് എവിടെയാണെന്ന് അറിയാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുകയും ശുശ്രൂഷിക്കുകയും മനസ്സുഖത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ എല്ലാം കാണണം, എല്ലാം അങ്ങനൊന്നുമില്ല. അപ്പൊ ഇവിടെ ബദറിലാണെങ്കിലും ശരി, ഉഹുദിലാണെങ്കിലും ശരി, അള്ളാഹു മലക്കുകളെ ഇറക്കിയത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല. മലക്കുകൾ ഇറക്കി. മലക്കുകൾ ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ട്. അത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. എവിടെ? ഇബ്രാഹിം നബിയുടെ അടുത്ത് വന്നു, മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? മുഹമ്മദ് നബിയുടെ അടുത്ത് എങ്ങനെ വന്നത്? ഒരു സദസ്സിലിരിക്കുമ്പോ ഒരാളിങ്ങനെ വന്നു. ഒരാള് വന്നു എന്ന് പറഞ്ഞാല് ഇവിടെ അടുത്തവിടെ ഉള്ള ആളാണെങ്കിൽ അവിടെ ഉള്ള എല്ലാവർക്കും അറിയായിരിക്കൂലേ, അതാരാണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ ഇരിക്കണ ആർക്കും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അയാൾ എന്തല്ല, ഇവിടെ അടുത്തുള്ള ആളല്ല. അപ്പൊ അടുത്തുള്ള ആളല്ലെങ്കിൽ ദൂരത്തുനിന്ന് വരുന്ന ആളായിരിക്കും. ദൂരന്ന് വരുന്ന ആളാണെങ്കിൽ ഇയാൾക്ക് യാത്രാക്ഷീണം ഉണ്ടാവും, വസ്ത്രത്തിൽ പൊടി പുരണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ മാതിരി AC കാറിന് ഡോറ് തുറന്ന് മെല്ലെ ഇറങ്ങാൻ കഴിയുന്ന ഒരു സംവിധാനം അന്നില്ല. അന്ന് ഒട്ടകത്തിന്റെ പുറത്തോ കുതിരന്റെ പുറത്തൊക്കെ വരികയാണെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ പാറി ഇങ്ങനെ ഉണ്ടല്ലോ.
അപ്പോ എവിടുന്നോന്ന് വന്ന ആളാണെങ്കിൽ ആ കോലം ഉണ്ടാവുക. പക്ഷെ ഇതങ്ങനെയല്ല, വളരെ ഫ്രഷാണ്. ഇത് രണ്ടും കൂടി ആയപ്പോൾ അവർക്കൊരു പിടുത്തം കിട്ടുന്നില്ല. സംഗതി നല്ല ഫ്രഷാണ്, അതേ സമയത്ത് ആർക്കും അറിഞ്ഞും കൂടാ. അപ്പൊ ഓലിങ്ങനെ നബിയായിട്ടല്ലേ സംസാരം. അപ്പൊ ഇടയ്ക്ക് കയറിയിട്ട് ഞാനാണോ എന്ന് ചോദിക്കണേ പരിപാടി ഓൽക്കില്ല. നബിയായിട്ട് സംസാരിക്കുകയാണല്ലോ, സംസാരിച്ചു കഴിയും. സംസാരിച്ചൊക്കെ കഴിഞ്ഞ് അപ്പൊ ചോദിച്ച ചോദ്യം ഇതാണ്: ഇസ്ലാംകാരി, ഈമാൻകാരി, ഇഹ്സാൻ, ഇത്തരമൊക്കെ പറഞ്ഞ് ഉത്തരം പറയുമ്പോ വന്ന ആള് പറയാം ഈ പറഞ്ഞത് ശരിയാണ്. ചോദ്യം സംശയം ചോദിക്കുന്ന ആളല്ലല്ലോ ശരിയാന്ന് പറയേണ്ടി. അപ്പൊ എന്താന്നൊരു അസ്വാഭാവികത ഒഴുക്കി തോന്നുന്നു. അപ്പൊ പോയതിന്റെ ശേഷം ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലായപ്പോ ധാരാ വന്നത് ഇല്ല. അപ്പോഴാണിത് മലക്കാണ്. അത് മനുഷ്യരൂപത്തിൽ മലക്കുകൾ വന്ന വേറെയും സന്ദർഭം. അങ്ങനെ ഇബ്രാഹിം നബിന്റെ അടുത്ത് വന്നത്, അപ്പോ ഇറച്ചി കൊടുത്തത് അല്ലേ. പിന്നെ ലൂത്ത് നബിന്റെ അടുത്ത് പോയത്, അപ്പൊ ലൂത്ത് നബിന്റെ അടുത്ത് പോയപ്പോ ലൂത്ത് നബി അള്ളാഹിനോട് ദുആയിരുന്നു, പഠിച്ചോനെ ചിന്ന മാനം കെടുത്തല്ലേ, ഈ ഇത്രയും ആൾക്കാരിന്റെ പുറയിലേക്ക് വന്നാൽ ഇപ്പൊ എന്താ ആൾക്കാർ വിചാരിക്കുക എന്നുള്ളത്. അതൊക്കെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ. അങ്ങനെ മനുഷ്യരൂപത്തിൽ ബദറിൽ വന്ന് അങ്ങനാണോ? അറിഞ്ഞൂടാന്നേ പറയാൻ പറ്റൂ. ഇനി അങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ വരാൻ കഴിയും? അതും നമുക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ അറിയാം. ഇവിടെ ഇപ്പൊ മലക്കുകളുണ്ട് നമ്മളെ മുമ്പിലും പിന്നിലും ഒക്കെ ആയിട്ട്. അതാണ് ഗൈബിയായ വിശ്വാസം. റസൂലുള്ളാഹി പഠിപ്പിച്ചു ഇങ്ങനെയുള്ള സദസ്സിലൊക്കെ മലക്കുകളുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്ഥലത്ത് വന്നാല് അന്നലവാരത്തിൽ ഇരിക്കണം എന്ന് പറയുന്നത്. അല്ല, നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കണം. ഞാൻ പറയാം, ചില ആൾക്കാര് ആ നിലവാരത്തിൽ ഇരുന്നില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ട് മലക്കുകൾ ഉണ്ടാവും എന്നാണ്. അപ്പൊ അവര് നോട്ട് ചെയ്യുക നമ്മൾ മോശമായിട്ടായി. അപ്പോ പിന്നെ മലക്കുകൾ ഇവിടെ എങ്ങനെ വന്നിരിക്കണേ നമുക്ക് അറിഞ്ഞൂടല്ലോ. ആദ്യമൊക്കെ വിചാരം ഉണ്ടായിരുന്നു ഇവിടെ ഒരു മലക്ക്, ഇവിടെ ഒരു മലക്ക് എന്നിട്ട് ചെയ്തു അല്ലേ. എന്നിട്ട് കഴുങ്ങൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ, തോളിൽ വെച്ച് കൊണ്ടുപോകുമ്പോ മലക്കിന്റെ മേലാണോ കഴുങ്ങ് വെച്ച് കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിക്കും. അങ്ങനെ മലക്കൊക്കെ പണി ഉണ്ടാക്കണ്ടെന്നൊക്കെ പറയും, തോനെ വർത്താനം പറയും. അത് പറയും. പണ്ട് പറയണൊക്കെ ഞാൻ അവരോട് നിങ്ങളെപ്പോലെ പറഞ്ഞു കേട്ട് പറയാണ്. അപ്പോൾ എങ്ങനെയാണ് മലക്കുകൾ വന്നത് എന്ന് നമുക്കറിയില്ല, അറിയേണ്ടതും ഇല്ല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ. അവർക്കാണ് ഈ ഖുർആൻ ഉപകാരപ്പെടുക. അതുകൊണ്ട് അള്ളാഹു പറയാണ്, നീ അവരോട് പറഞ്ഞിരുന്നില്ലേ 3000 മലക്കുകൾ ഇറക്കിയാണെങ്കിൽ നിങ്ങൾക്ക് പോരെയും ചോദിച്ചിരുന്നില്ലേ? ശരിയാണ് കേട്ടോ, അങ്ങനെ മതി. അല്ല, അള്ളാഹു 5000 മലക്കുകളെ ഇറക്കിയിട്ട് സഹായിക്കും കേട്ടോ. പക്ഷേ ഇൻ തസ്ബിറൂ വതത്തഖൂ, നിങ്ങൾക്ക് സ്വബറും വേണം, തഖ്വയും വേണം. ആ മലന്റെ മുകളില്, ഏത് മലന്റെ മുകളില്? ആ മലന്റെ പേരെന്തേനും? ഉഹുദൊന്നല്ല, ജബൽ ഐൻ. ഗുഡ്. ഒന്നുമില്ല തരാൻ. എന്തെങ്കിലും ഇങ്ങനെ ഉത്തരം പറയുമ്പോ കൊടുക്കാൻ എന്തെങ്കിലും വേണോ? എന്നിട്ട് അങ്ങനെ കൊടുക്കണം. അപ്പൊ ജബൽ ഐൻ എന്ന് പറയുന്ന മലയുടെ മുകളിൽ അമ്പെയ്ത്തുകാരെ നിർത്തി. ആ അമ്പെയ്ത്തുകാർ സ്വബർ കാണിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു, അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ആദ്യഘട്ടത്തിൽ വിജയം ഉണ്ടായി. ഫസ്റ്റ് റൗണ്ട് എണ്ണിയപ്പം ജയിച്ചു, സെക്കൻഡ് റൗണ്ടും ജയിച്ചു. അല്ല, നമ്മളെ ഇലക്ഷൻ റിസൾട്ട് വരൂലേ, അങ്ങനെ വിജയം ഉണ്ടായെങ്കിലും ഈ സ്വബറിന്റെ അഭാവം കൊണ്ട് എന്ത് സംഭവിച്ചു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തിൽ ഉണ്ടായിരിക്കെ, സ്വഹാബികളാണ് ചുറ്റുവട്ടത്തുമുള്ളത് എന്നിരിക്കെ ആണ് പരാജയം സംഭവിക്കണേ. എന്തില്ലാത്തപ്പോ? സ്വബറില്ലാത്തപ്പോ. അപ്പൊ പിന്നെ ഇപ്പോഴത്തെ നമ്മളെ കഥ പറയാനുണ്ടോ? അല്ലേ? ബദറിൽ ജയിച്ച ബദരീങ്ങളാണ് ഈ ഉഹുദിൽ ഉള്ള പലരും. ബദരീങ്ങൾ ഉഹുദിലും പങ്കെടുത്തില്ലേ? ബദരീങ്ങളായ ബദറിൽ പങ്കെടുത്തവരാണ് ബദരീങ്ങൾ എന്ന് പറയാ. ഈ ബദരീങ്ങളിൽ പലരും ഉഹുദിലും ഉണ്ടല്ലോ. പക്ഷേ ആ ബദരീങ്ങൾ പങ്കെടുത്ത, നമ്മൾ ബദരീങ്ങളെ പറഞ്ഞാൽ തന്നെ കൂലിട്ടു എന്നാണ് വിചാരിക്കുന്നത്.
ബദരീങ്ങൾ തന്നെ, സാക്ഷാൽ ബദരീങ്ങൾ തന്നെ പങ്കെടുത്ത യുദ്ധത്തിൽ പരിക്ക് പറ്റി, പരാജയം നേരിട്ടു. സുബർ പോയ സുബർ, തഖ്വ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും. അത് രണ്ടും ഉണ്ടെങ്കിലേ വിജയിക്കും. അത് രണ്ടും ഇല്ലെങ്കിൽ പരാജയപ്പെടും. ആര് പരാജയപ്പെടും? ആരും പരാജയപ്പെടും. ആരും പരാജയം. യൂനുസ് നബിനെ തിമിംഗലം വിഴുങ്ങി. യൂനുസ് നബി സുബറിൽ ലേശം ആവായിച്ച അവിടെ നിന്നിട്ട് ആരും എന്നാ പിന്നെ ഇനി വേറെ ഏത് നാട്ടിലുള്ളവരെ നന്നാക്കാൻ വിചാരിച്ചു പോയത്, അല്ലാണ്ട് പൈസ ഉണ്ടാക്കാൻ പോയതൊന്നല്ല. അതിന് വലിയ ബംഗ്ലാവ് ഉണ്ടാകണമെന്ന് വിചാരിച്ച് പോയതൊന്നുമല്ല. പോയതെന്തിനാ വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് ഏതായാലും ചെയ്യുന്നില്ല, എന്നാ അപ്പുറത്ത് തൊട്ടാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ പോകായിരുന്നു. പക്ഷെ ആരെ പെർമിഷൻ വേണ്ടിയിരുന്നു? അള്ളാന്റെ പെർമിഷൻ വേണ്ടിയിരുന്നു. ഇനിയിപ്പോ ഇവിടെ ശരിയാവില്ല, ഞാൻ അവിടെ പോയിക്കോന്നു. ആ പെർമിഷൻ കിട്ടണതിന് മുമ്പ് തന്നെ അങ്ങ് പോയി. അങ്ങനെ പോയപ്പോഴാണ് കപ്പലിൽ നിന്ന് എന്തായത്? നറുക്ക് വീണതും എടുത്ത് വെള്ളത്തിലിട്ടതൊക്കെ. എന്നിട്ട് കുറെ കാലം രോഗമായിട്ടൊക്കെ യൂനുസ് നബി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പരീക്ഷിക്കപ്പെട്ടു. ഇതൊക്കെ എന്താണ്? സ്വബർ. സ്വബർ എന്ന് പറയുന്നത് ആരിലുണ്ടെങ്കിലും അള്ളാന്റെ സഹായം ഉണ്ടാവും. സ്വബർ ആരിലില്ലെങ്കിലും, ആ ആൾ എത്ര വലിയ ആളാണെങ്കിലും സ്വബർ ഇല്ലെങ്കിൽ, തഖ്വ ഇല്ലെങ്കിൽ പരാജയപ്പെടും. ഇതാണ് ഈ ആയത്തിന്റെ പാഠം. കാരണം നമ്മളാരും ഇപ്പോൾ ഉഹദിലേക്കൊന്നും പോകാൻ നിൽക്കണില്ല, ബദറിലും പോണില്ല. പക്ഷെ നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളിൽ നമുക്ക് സ്വബർ ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. അള്ളാഹു അതിനെ ആക്കിയിട്ടില്ല ഇല്ലാ ബുഷ്റ, ശുഭവാർത്തയായിട്ടല്ലാതെ ലക്കും നിങ്ങൾക്ക്, വലിതത്മഇന്ന, ശാന്തമാകാൻ, ഖുലൂബുക്കും, നിങ്ങളുടെ മനസ്സുകൾ, ബിഹി, അതുവഴി, വമൻ നസ്റു, യഥാർത്ഥ സഹായം, ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, യുക്തിമാനും പ്രതാപിയുമായ അള്ളാഹുവിൽ നിന്നല്ലാതെ യഥാർത്ഥത്തിലുള്ള സഹായം ഉണ്ടാവുകയില്ല. നിങ്ങളുടെ സഹായം എവിടെ നിന്നാണ് വേണ്ടത്? അള്ളാഹുവിൽ നിന്നാണ് സഹായം വേണ്ടത്. യൂസുഫ് നബി തന്നെ ജയിലിൽ നിന്ന് പുറത്തു പോകുന്ന മനുഷ്യനോട് പറഞ്ഞല്ലോ, ഇനി പോയിട്ടൊന്ന് ആ രാജാവിനോട് ഇതിന്റെ കാര്യം ഒന്ന് പറയിട്ടോന്ന്, ഞാനിവിടെ ഉണ്ട് എന്ന് ഇങ്ങനെ നിരപരാധി എന്നുള്ള വിവരമൊക്കെ ഇജ്ജുന്നാടെ പോയി പറയിട്ടോന്ന് പറഞ്ഞപ്പോ മുഫസ്സിറുകൾ പറയുന്നു, ശരിക്കൊരു നബി ഇങ്ങനെ അയാളോട് പറഞ്ഞ് ഏൽപ്പിക്കേണ്ട ആളല്ലേനു. ചില മുഫസ്സിറുകൾ അങ്ങനെ വായിച്ചിട്ട് അതിനാ അള്ളാഹിനോട് തന്നെ പറഞ്ഞാൽ പോരെ, രാജാവിനോട് നിന്റെ കാര്യം പറയുന്നൊന്നും പറഞ്ഞേക്കേണ്ട ആളല്ല, ഒക്കെ ഏതൊരു സാധാരണ ഒരാൾക്ക് വേണം അങ്ങനെയൊക്കെ പറയാം. ഇതൊരു നബിയല്ലേ. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ എന്തായി, അയാളെത്തിയപ്പോ അങ്ങ് മറന്നുപോയി. ഖുർആൻ പറയുന്നത് മറന്നുപോയി എന്നല്ല, പിശാച് അയാളെ മറപ്പിച്ചു എന്നാണ്. ഇങ്ങനെ ഒരാളാടെ ഉണ്ട് എന്നുള്ളതൊക്കെ പറയാൻ അവിടെ എത്തിയപ്പോ അയാൾക്ക് മറന്നുപോയി. പിന്നെ അയാളവിടെ എത്തി നോക്കുമ്പോ അയാളുടെ പണിയിൽ അയാൾ വ്യാപൃതനായി കാലങ്ങളോളം അയാൾ അവിടെ നിന്നു. പിന്നെ രാജാവ് സ്വപ്നം കണ്ടപ്പോ ഞാനല്ലോ ഓർമ്മയായത്. അപ്പൊ അത്രയും കാലം അവിടെ വീണ്ടും തടവ് തുടർന്നു. അപ്പൊ സഹായം ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവിൽ നിന്നല്ലാത്ത ഒരു സഹായവും ഇല്ലെന്നർത്ഥം. ليقطع طرفا من الذين كفروا ليقطع طرفا من الذين كفروا أو يكبتهم فينقلبوا خائبين. ليقطع, قطع എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നാണ്. ലിയഖ്തഅ, മുറിക്കുന്നതിന്, തൊറഫൻ, ഒരു പക്ഷത്തെ, മിനല്ലദീന കഫറു, നിഷേധികളിൽ നിന്ന്, ഔ യക്ബിതഹും, അല്ലെങ്കിൽ അവരെ ഒതുക്കുന്നതിന്, ഫയൻഖലിബൂ, അങ്ങനെ അവർ പിന്തിരിയാൻ, ഖായിബീൻ, ആശയറ്റവരായി എന്ന് പറഞ്ഞാൽ നിഷേധികളിൽ നിന്നൊരു സംഘത്തെ ഉന്മൂലനം ചെയ്യുകയോ
ആശയറ്റു പിന്തിരിയാൻ സ്വയം പ്രേരിതരാകുമാറ് അവരെ ഒതുക്കുകയോ ചെയ്യാൻ വേണ്ടിയാണിത്. ലൈസലക മിനൽ അംരി ശൈഉൻ ഔ യതൂബ അലൈഹിം ഔ യുഅദ്ദിബഹും ഫഇന്നഹും ളാലിമൂൻ. ലൈസലക, നിനക്ക് കൽപ്പനയില്ല, മിനൽ അംർ, തീരുമാനമെടുക്കാൻ, ഷൈഅ, ഒരു പങ്കു, ഒന്നും. ഷൈഅ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, ഷൈഅ എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം എന്ന് പറയുമ്പോൾ എത്ര ചെറുതുണ്ടോ അത്രയും ചെറുത് എന്ന് പറഞ്ഞാൽ ഒട്ടും എന്നർത്ഥം. ഔ യതൂബ അലൈഹിം, ഒരുപക്ഷെ അവർ അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും. ഔ യുഅദ്ദിബഹും, അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കും. ഫഇന്നഹും ളാലിമൂൻ, നിശ്ചയമായും അവർ അതിക്രമകാരികളാണ്. തീരുമാനമെടുക്കുന്നതിൽ നിനക്കൊരു പങ്കുമില്ല. അള്ളാഹു ഒരു പക്ഷേ അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കാം, അല്ലെങ്കിൽ അവരെ ശിക്ഷിച്ചേക്കാം. തീർച്ചയായും അവർ അക്രമികൾ തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കല്ലേ, ഏറുകൊണ്ട് പല്ല് തെറിച്ചുപോയി, ഒക്കെ പ്രയാസപ്പെട്ടു, പരിക്ക് പറ്റി, വല്ലാതെ വിഷമിച്ച ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയി പോലും അവരുടെ ഒരു സമൂഹത്തിലേക്ക് വന്ന നബിയെ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ട് ഇവരെങ്ങനെ നന്നാവാനാണ്? സങ്കടം കൊണ്ട് പറഞ്ഞു വരാം. അള്ളാഹ് പറയാണ്, തീരുമാനം എടുക്കണതിന് എനിക്ക് പങ്കൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണോ? വെറുതെ കുറെ കുത്തിരിഞ്ഞിട്ട് പറയല്ല, വെറുതെ കുറെ കുത്തിരിഞ്ഞിട്ട് നമ്മൾ പലതും പറയലുണ്ട്. അതുപോലെ അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ ആരും എങ്ങനെ ആവാൻ പോളില്ല. കാരണം നമുക്ക് സുബറുമില്ല, നമുക്ക് തെക്കുകയില്ല, ഒന്നുമില്ല. നമ്മൾ എടുക്കേണ്ട പണിയിട്ട് എടുത്തിട്ടുമില്ല, നന്മ കൽപ്പിച്ചിട്ടുമില്ല, തിന്മ വിരോധിച്ചിട്ടുമില്ല. എന്നിട്ട് നമ്മൾ പറയാണ് ഓലങ്ങനെ ഇവരിങ്ങനെ എന്നൊക്കെ. ഇതല്ല കേസ്. ഇത് അങ്ങേയറ്റം അത്യധ്വാനം ചെയ്ത് പരിക്ക് പറ്റി യുദ്ധത്തില് ആകെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഏതൊരാളും, നബിയാണെങ്കിൽ നബിൻ്റെ ഉള്ളിൽ മനുഷ്യനുണ്ടല്ലോ, പറഞ്ഞാണ് ഇവരുടെ, കാരണം അതും മുഹമ്മദിനെ തച്ചാലി എന്നല്ല പറഞ്ഞത്, ഇവരിലേക്ക് വന്നൊരു റസൂലിനെ ഇവരിങ്ങനെ ചെയ്താൽ പിന്നെങ്ങനെ ഇവര് ഗുണം പിടിക്കും എന്ന് ചോദിച്ചു പോയത്. അതൊരു ശാപവാക്കോ അല്ലെങ്കിൽ ഒരു ശാപ പ്രാർത്ഥനയൊന്നുമല്ല. റസൂൽ ഒരു സങ്കടം പറഞ്ഞാണ്. പക്ഷെ അള്ളാഹ് തിരുത്തിയെന്നാണ്. തിരുത്തി പറഞ്ഞു, ലൈസലക മിനൽ അംർ, തീരുമാനം എടുക്കണതിൽ എനിക്കൊരു പങ്കുമില്ല കേട്ടോ. ഒരു പങ്കുമില്ല, ഒട്ടുമില്ല. കാരണം എന്താ? ചിലപ്പോ അവര് എന്താവും? പശ്ചാത്തപിച്ചാൽ ഒരു നന്നാവും. അള്ളാഹു കൊടുത്തു കൊടുത്താൽ പിന്നെന്താ പ്രശ്നം? അല്ലെങ്കിൽ അവര് ശിക്ഷിക്കപ്പെടും. അവരെ ശിക്ഷിക്കും പഠിച്ചവൻ. അത് അള്ളാഹിന്റെ തീരുമാനമാണ്. എന്തായാലും അവരക്രമികളാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവരക്രമം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരിപ്പോൾ അക്രമം ചെയ്താലും നാളെ അവരെന്തായി കൂടായില്ല? തൗബ ചെയ്തുകൂടായില്ല. അങ്ങനെ ചെയ്തില്ലേ? ഏറ്റവും പ്രധാനം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആണ്. ഈ ഉഹദ് യുദ്ധത്തില് മുസ്ലിങ്ങൾ തോൽക്കാൻ തന്നെ കാരണം അന്ന് മുശ്രിക്കുകളുടെ സൈന്യാധിപനായിരുന്നു ഖാലിദ്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? മാറിയുന്നതും ഈ തന്ത്രം പ്രയോഗിച്ചതും ഒക്കെ. ഇക്കണ്ട പരിക്ക് മുഴുവനും പറ്റാൻ കാരണം ആരാണ്? ഖാലിദ്. പക്ഷേ അദ്ദേഹം മാറിയില്ലേ? തൗബ ചെയ്തില്ലേ? മാറിയെന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നടന്ന എല്ലാ സൈനിക നീക്കങ്ങളിലും ഇസ്ലാമിക പക്ഷത്തെ നയിച്ച ആളാരാണ്? ഖാലിദ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച വഹ്ശ് മാറി. ഇതേ വഹ്ശാണ് പിന്നീട് മുസൈലിമത്തുൽ കദ്ദാബിനെ വകവരുത്തുന്നത്. ഇതിന്റെ പ്രായശ്ചിത്തായിട്ടായിരിക്കും. മനസ്സിലായോ? അങ്ങനൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരാളെ പറ്റും എന്ത് തീരുമാനിക്കണ്ട, അയാൾ നന്നാവൂലാന്ന്. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ ആരൊക്കെ പറ്റി എത്ര പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ചു. ഓൻ നന്നാവൂല അല്ലേ?
നന്നാവില്ല എന്തായാലും. പറയും റസൂലിനോട് അള്ളാഹ് പറയാണ് ഇജ്ജ് തീരുമാനിക്കണ്ട, എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. റസൂലിനോട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ അടിവരട്ട് മനസ്സിലാക്കണം. റസൂലിനോട് പോലും അള്ളാഹ് പറയാണ് തീരുമാനം എടുക്കണേൽ എനിക്ക് യാതൊരു പങ്കും. ഒരു പശ്ചാത്തപിക്കും, നന്നാവും, ചിലപ്പോൾ ഒരു ശിക്ഷിക്കപ്പെടും. ഓലിപ്പോൾ അക്രമം ചെയ്തു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അക്രമികൾ മാറാം, നന്നാവാം. ഇനി നടക്കാൻ പോണത് അമേരിക്ക ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണെന്നാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ പാവങ്ങൾ, നമ്മളിങ്ങനെ ദുനിയാവിലിങ്ങനെ നിൽക്കുകയാണ്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആക്രമിക്കപ്പെടുന്നു, വർദ്ധിക്കപ്പെടുന്നു, എന്ന് നന്നാവാനാണെന്ന് വിചാരിക്കേ നമ്മള്. എല്ലാം ഇത് തർക്കമില്ല. അതാണ് തൗബയുടെ ഒരു കരുത്ത് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ ഒരു മാനുഷികമായൊരു സംഗതിയാണ് തൗബ ചെയ്യാൻ ഉള്ള അവസരം. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാവരുത്. അപ്പം നാട്ടിൽ ഏറ്റവും ദുൽമ ചെയ്തൊരു മനുഷ്യന്റെ അടുത്ത് നമുക്ക് പറയാം, എടോ അതൊക്കെ അള്ളാഹ് പൊറുക്കും, മാറിക്കും, നീ അതിന് ന്യായീകരിച്ച് നിൽക്കാൻ. ഞാൻ വെറും കള്ളും വ്യഭിചാരവും പലിശയും തോന്നിയാസമായിട്ട് കഴിയുന്ന ഒരുത്തൻ്റെ അടുത്ത് നമുക്ക് പോയിട്ട് പറയാം, വേറെ ഉള്ളത് പോട്ടെ, നീ അതിനെ ന്യായീകരിക്കാതിരുന്നാൽ മതി. തെറ്റ് സംഭവിച്ചു എന്ന് ഉത്തമ ബോധ്യത്തോടെ നീ തൗബ ചെയ്താൽ. ആരേ മാഷ പറഞ്ഞ് തെറ്റ് തിരുത്തിയാൽ തിരിച്ചെടുക്കാറില്ലേ? തെറ്റ് തിരുത്തിയാൽ തിരിച്ചെടുക്കോ? തെറ്റ് തിരുത്തിയാൽ പിന്നെന്താ പ്രശ്നം? തെറ്റ് തിരുത്തിയാൽ ആരെയും തിരിച്ചെടുക്കുന്നു. വാക്കുകൊണ്ട് പോരാ, പ്രവർത്തനം കൊണ്ടും തെറ്റ് തിരുത്തിന്ന് തെളിയിക്കണം. അപ്പൊ അള്ളാന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ച്? ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് പോലും തെറ്റ് തിരുത്തിയാൽ തിരിച്ചെടുക്കാൻ കഴിയെങ്കിൽ അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നവനാണ്, മുഴുവൻ കൊടുക്കും. അപ്പോ പിന്നെ നമുക്ക് ആരോടും പറയാം. അതേസമയം മറ്റു പല പ്രത്യയശാസ്ത്രങ്ങളിലും അങ്ങനെ ഇല്ല, പൊറുക്കപ്പെടാത്ത തെറ്റ്. അപ്പൊ പിന്നെ ഓനിഞ്ഞെന്തിനാ നന്നാണ്? നിങ്ങളിത് ഇതിന്റെ സംഗതി തിരിച്ചാലോചിച്ച് നോക്കൂ. ഇതൊരു സാമൂഹ്യ ജീവിതത്തിന്റെ ആരോഗ്യത്തിന് കൂടി വേണ്ടിയിട്ടുള്ളതാണ്. ഒരുത്തൻ തെറ്റുകാരനായിപ്പോയി, നമ്മൾ പറയല്ലോ, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തില് മദ്യപാനിയായിപ്പോയി, മോഷ്ടാവായിപ്പോയി, അങ്ങനെ പലതും ആയിപ്പോയി എന്ന് വിചാരിക്കുക. ഓനോട് നമ്മൾ പറയാണ് ഇജ്ജ് നന്നാവൂല, എന്തായാലും ഇജ്ജ് നന്നാവൂല എന്ന് പറഞ്ഞാൽ പിന്നെ നന്നാവോ? ഇല്ല. അതേസമയത്ത് നമ്മളോട് പറയുന്നു എല്ലാം പൊറുക്കപ്പെടും, ബേജാറാണ്. അപ്പൊ ഏതൊരു അക്രമിക്കും തോന്നിവാസിക്കും നന്നാവാനുള്ള ഒരു ചാൻസ്, ഒരു രക്ഷാതുരുത്ത് ഇസ്ലാം നൽകുന്നു എന്നതാണ് പ്രധാനം. ആരുടെ തൗബയും അള്ളാഹു സ്വീകരിക്കും. വഹ്ശിന്റെ തൗബ സ്വീകരിച്ചെങ്കിൽ അല്ലേ, അതിലപ്പറഞ്ഞ് വേറെന്താ ഉള്ളത്? ഹിന്ദിന്റെ ഇസ്ലാം പ്രവേശങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹിന്ദ് ഹംസാന്റെ കരള് കടിച്ച് തുപ്പിയ പെണ്ണ്. ഞാനിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുന്നു, ഒരു രംഗം ഇങ്ങനെ ആലോചിക്കണ്ടോ എനിക്കറിയില്ല. സ്വർഗത്തിൽ ഇങ്ങനെ ഹംസാർദാനഹും റസൂലൊക്കെ ഇങ്ങനെ ചായ പിടിച്ചിരിക്കും, കടലേ തിന്നുന്നുണ്ടാവും. മായം ചേർക്കാത്ത, രാസവളമിടാത്ത നല്ല സാധനം അവിടെ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നല്ല ചായയൊക്കെ ആയിരിക്കും. മറ്റേ പാലൊന്നും കഴിക്കൂല, പശല്ലേ, ഒറിജിനൽ നല്ല. അങ്ങനെ ഇരിക്കുമ്പോ ഉണ്ടാവും അബൂ സുഫിയാനും ഹിന്ദും കൂടി ഇങ്ങനെ വരുന്നു. ഭാര്യ മുസ്താവ് അസ്സലാമലൈക്കും എന്ന് പറയും. ആരെയും വരുന്നത്. അപ്പൊ പെട്ടെന്ന് അംസാരം തപ്പി വെക്കൂല്ലേ, എന്റെ കരള് ഇത് കടിച്ചു തുപ്പിയ വെമ്പർദോത്തിയല്ല ഇപ്പം വരുന്നത്. അപ്പോ ഹിന്ദിനൊരു ഇതൊക്കെ ഉണ്ടാവും, ഒരു ചമ്മലുണ്ടാവും. അബൂ സുഫിയാനും എന്ത് പറയും, പിന്നെ അബൂ സുഫിയാനാണ് ഈ ഇതിൻ്റെയൊക്കെ നേതാവ്, ഉറുദിൻ്റെ ഒക്കെ. അപ്പോ അബൂ സുഫിയാനും ഒരു ചമ്മലുണ്ടാവും.
അപ്പൊ അബൂ സുഫിയാൻ പക്ഷെ എന്തിനെങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയായിരിക്കും, എന്ത് ഇജ്ജ് അങ്ങനെ നാണം കെട്ടിയ കാര്യമൊന്നുമില്ല, ഇജ്ജ് ആരത്തെ പോണോ റഹ്മത്തുല്ലിൽ ആലമീന്റെ അടുത്തേക്ക് പോവാന് നമുക്ക് തന്നെ ബേജാറാകണമെന്നൊക്കെയോ. അപ്പോ എന്ത് ചോദിക്കണ്ടാവും, എനിക്കല്ല നിങ്ങൾക്കല്ലേ ബേജാറ്, നിങ്ങളല്ലേ ഇതൊക്കെ ശരിക്കുള്ള ആള് അത് ചോദിക്കുന്നു. ആ രംഗങ്ങൾ ഇങ്ങനെ ഇങ്ങനെ സ്വപ്നം കണ്ടവർക്ക് സ്വർഗത്തിൽ. അപ്പൊ ഇതൊക്കെ ആയിരിക്കെ ഹംസാർദാനോ അബൂ സുഫിയാന് കൈ കൊടുത്ത് ഇരിക്കാൻ പറയുന്നത്, ചായ കൊടുക്കുന്നത്, അല്ലെ അറബികളുടെ കഹവ ഉണ്ടാവും, ആ കഹവ ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലാത്ത രംഗം അല്ലേ. അപ്പൊ ഇവര് രണ്ടു കൂട്ടരോടെ എത്തി. ഇതാണ് തൗബ. തൗബ എന്ന് പറയുന്നത് ഭയങ്കര സംഭവം. അതുവരെയുള്ളത് മൊത്തം എന്തായി പോവാണ്, മായ്ച്ചു പോവാണ്. ഞാൻ പറഞ്ഞു തുടങ്ങി എന്താന്ന് വെച്ചാൽ, നമ്മൾ മർദ്ദിതരും മറ്റുള്ളവരും മർദ്ദകരുമായിട്ട് ലോകം ഇങ്ങനെ പോകുമ്പോൾ ഇത് എന്താ പഠിച്ചോനേന്ന് ഇങ്ങനെ വിചാരിക്കുമ്പോൾ, ഇതിപ്പോൾ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ നേരെ ആവാൻ പോണില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മൾ വിചാരിക്കും. അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അറിയുക അള്ളാഹുവിൻ്റെ സഹായം അടുത്ത് തന്നെ ഉണ്ട്, അടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തെ നയിക്കുന്ന അച്ചുതണ്ട് ശക്തികളായിട്ടുള്ള സാമ്രാജ്യത്വത്തിന്റെ ആൾക്കാരുണ്ടല്ലോ, ഇവന്മാര് ചങ്ങായിമാരായിട്ടാണല്ലോ അങ്ങോട്ടും കൂടി കളിയൊക്കെ കളിക്കുന്നത്. ട്രംപിന്റെ ശക്തി എന്താന്ന് വെച്ചാൽ നെതന്യാഹുവാണ്, നെതന്യാഹുവിന്റെ ശക്തി എന്താണ്, ട്രംപാണ്. അതേപോലെ ബ്രിട്ടൻ, ഇങ്ങനെയുള്ള കുറെ ടീംസാണ്. ആ അർജന്റീന അവസാനം കണ്ടോ ഇസ്രായേലിന്റെ കൊടിയായിട്ട് പോയ കാര്യം. അപ്പോ ഇവരൊക്കെ ഒരു ടീമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് അത് കളിയല്ലേ, കളി വേറെ കാര്യം വേറെ. കളിയാണെങ്കിൽ പിന്നെ ഇവരെന്തിന് ഈ കൊടിയെടുത്ത് പിന്നെ അവസാനം അല്ലേ, ഇത് കളിയല്ല, ഇത് കാര്യമാണ്. അപ്പോ ഈ അച്ചുതണ്ട് ശക്തികൾക്കിടയിൽ ഒരു വിള്ളലുണ്ടായി എന്ന് വിചാരിക്കുക. അപ്പൊ അമേരിക്ക വേറെയായി, ഇസ്രായേൽ വേറെയായി. ഇസ്രായേലിന് അമേരിക്കയും അമേരിക്കൻ ഇസ്രായേലും ആക്രമിക്കാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുക? അതോടുകൂടി ഇവരുടെ വേണ്ടപ്പെട്ടവരും ചിങ്കിടിമാരുമായി നിൽക്കുന്ന രാജ്യങ്ങളെല്ലാവരും എന്താവും എന്നറിയോ, അതിൽ നിന്ന് മെല്ലെ ഊരും. ഇപ്പൊ എന്താന്ന് വെച്ചാല് രാജ്യങ്ങളൊക്കെ ഇവരുടെ പിന്നാലെ ഇവരുടെ താല്പര്യത്തിന് നിൽക്കുന്നത് ഇവരാണെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഇവര് നമ്മൾ തല്ലാൻ തുടങ്ങിയാൽ പിന്നെ മെല്ലെ എന്ത് ചെയ്യും, അവിടെ നിന്നിട്ട് മാറും. ആ മാറ്റത്തിനിടയിലാണ് മറ്റൊരു ശക്തി രൂപപ്പെട്ട് വരിക. ഇതിനൊക്കെ ഒരു 365 ദിവസം പോലും വേണ്ടി വരില്ല. നമ്മുടെ അറബ് സ്പ്രിങ്ങിന്റെ സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 35 കൊല്ലം ഭരിച്ച ഹുസ്നീമും പിന്നീട് ആ വിപ്ലവം എന്ത് സംഭവിക്കും അത് വേറെ കാര്യമാണ്, അതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ 35 കൊല്ലം മർദ്ദക ഭരണം നടത്തിയ ഹുസ്നി മുബാറക്കിന്റെ നാട്ടില് ആളുകൾ ഇങ്ങനെ മാനാഞ്ചിറ സ്ക്വയറുമായുള്ള സ്ഥലത്ത് ഇങ്ങനെ കൂടി 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 മഹാസംഭവം. ഇത് വളരെ പെട്ടെന്നാണ് സംഭവിക്കുക, വളരെ പെട്ടെന്നാണ്. കോക്രോച്ചുകൾ ഏത് വഴി വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സംഭവിക്കും. അപ്പൊ നമ്മൾ ഈറ്റങ്ങളെ കളിയൊക്കെ കൂടി കണ്ടിട്ട് ഇത് തന്നെയാണ് കുറെ കാലം ഇനി ഇവിടെ ഉണ്ടാകാമെന്നും വിചാരിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണോ ഈ സ്വേച്ഛാധിപത്യം ലോകത്ത് അവസാനിക്കണം എന്ന് തീരുമാനിച്ചത്, അവിടുന്ന് ഒരു മിനിറ്റ് അപ്പുറത്തേക്ക് ഇവർക്ക് നിൽക്കാൻ കഴിയില്ല, അതുവരെ ഉണ്ടാവും എന്നതാണ്. അപ്പൊ ലൈസലക മിനൽ അംരി ശൈ. അപ്പൊ ഇത് നമുക്ക് വലിയ പാടാണ്, ചെറിയ പാടല്ല അത്. നമുക്കൊരു ശുദ്ധിവാദം ഉണ്ടാവേണ്ടിയില്ല. നമ്മളല്ലാത്ത മറ്റുള്ളവരൊക്കെ പോക്കാണെന്നും ഒരു നന്നാവില്ല എന്നും ഇന്നയാൾ എന്തായാലും നന്നാവില്ല എന്നൊന്നും വിചാരിക്കണ്ട. ചിലപ്പോൾ എന്താവും, നന്നാവാം, സ്വീകരിക്കാം. നമ്മളെ നാട്ടിലുള്ള പല ആൾക്കാരുടെയും പേര് ഞാൻ പറയണില്ല, ഓലൊന്നും അബൂ സുഫിയാന്റെ അത്ര ഇല്ലല്ലോ, എന്തായാലും അബൂ സുഫിയാന്റെ അത്ര ഇല്ലല്ലോ അല്ലേ. നമുക്ക് ചില ടീച്ചർമാർ വർത്താനം പറഞ്ഞേക്കോ ഭയങ്കര വിഷമം തോന്നും, പക്ഷെ ഹിന്ദിന്റെ അത്ര ഒന്നും ഇല്ലല്ലോ അല്ലേ, എത്ര വർഗീയത പറഞ്ഞാലും. അപ്പൊ എവിടെയോ തിരിച്ചു വെക്കാനുള്ള ചെറിയൊരു നോബ് തിരിച്ചു വെച്ചാൽ മാറും, വളരെ പെട്ടെന്ന്. കയറ് കത്തിച്ച് കഴുത്തിലിടണമെന്ന് പറഞ്ഞൊരു മനുഷ്യനായ പോലെ നമ്മൾ കണ്ടില്ല. ഇനി ഒറ്റ ആയത്ത് കൂടി ഉണ്ട്, ബാക്കി വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയണമെന്ന് ഞാനൊന്ന് പറയുന്നു. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ
വല്ലാഹു ഗഫൂറുർ റഹീം. വലില്ലാഹി അല്ലാഹുവിൻ്റെതാണ് മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും. നിനക്ക് ഉടമസ്ഥൻ അല്ലാഹ്. യഗ്ഫിറു ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നു. വയുഅദ്ദിബു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുന്നു. വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു പരമദയാലുവാണ്, അവനേറെ പൊറുക്കുന്നവനും ആകുന്നു. അപ്പൊ ഈ ഭൂമിയിലുള്ളതും ആകാശത്തുള്ളതും സകലതും ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്നവരും ശിക്ഷിക്കും. അതിങ്ങനെ അള്ളങ്ങനെ വെറുതെ ഇരുന്നിട്ട് കുറച്ച് ആൾക്കാരെ പിടിച്ചു അഞ്ഞി നരകത്ത് പോയിക്കോ, ഇനി സ്വർഗത്ത്, ഇങ്ങനല്ല. അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന, അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയാണ്. അതിന് കൃത്യമായ നിയതമായ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ച് പൊറുക്കപ്പെടേണ്ട ആൾക്കാർ ഇന്നവരാണ്, ശിക്ഷിക്കപ്പെടേണ്ടവർ ഇന്നവരാണ് എന്നൊക്കെ കൃത്യമായി കണക്കാക്കി വെച്ചിട്ടുണ്ട്. അവർക്കാണ് അത് ബാധകമാവുക. ഇനി എല്ലാവരും ഖുർആൻ ഉണ്ടെങ്കിൽ നോക്കി 130-ാമത്തെ ആയത്ത് മുതലുള്ളത് വേറൊരു സംഗതിയാണ്. അപ്പൊ നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ അത് നോക്കി വരണം കേട്ടോ. അടുത്ത ആഴ്ച വരുമ്പോ ഇൻഷാ അല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലുൽ റിബാ ദഅഫൻ മുദാഅഫ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. പലിശയാണ്. അപ്പൊ നിങ്ങള് അടുത്ത ആഴ്ച വരുമ്പോ നോക്കി വരണം കേട്ടോ. അമാനി മൗലവിന്റെ തഫ്സീർ, തഫീമുൽ ഖുർആൻ, പിന്നെ അങ്ങനെ ഒരുപാട്. ഏത് തഫ്സീറാണോ നിങ്ങളെ കയ്യിലുള്ളത്, നിങ്ങൾ പിന്നെ മറ്റേ ചാറ്റ് GPT, ജെമിനി പോലുള്ളതിനെ ആശ്രയിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഒന്ന് കരുതണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് ജെമിനി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പറഞ്ഞ് ഇതിനൊന്ന് ഹദീസാക്കി കൊണ്ടുവരണം, മൂപ്പര് തരൂ. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ സാധനത്തിന് ഹദീസാക്കിയിട്ട് മൂപ്പർക്ക് വൈകാരികത ഒന്നുമില്ല. ഇനി അത് കഴിഞ്ഞ് നമ്മൾ മൂപ്പര് ചീത്ത അറിയാൻ വിചാരിക്കുക, എന്ത് തോന്നിയ സഞ്ഞി കാണിച്ചത് ഇങ്ങനൊക്കെ ചെയ്യാൻ പാടുണ്ടോന്ന് വെച്ചാല്, അന്നേരം അത് ചോദിച്ചതുകൊണ്ട് പിന്നെ അടുത്ത ചോദ്യത്തിന് നമ്മളോട് ദേഷ്യം പിടിക്കൊന്നുമില്ല. അത് ജമീനി തന്നെ നമ്മളോട് പറയും, ഇതെന്തല്ല, ഒരു വൈകാരികതയുള്ള ഒരു സംഗതിയല്ല, നിങ്ങൾ ചോദിച്ച വിവരം ഞാൻ തരാം. അപ്പൊ ചോദിക്കണേ കുഴപ്പമില്ല. പക്ഷെ ചോദിച്ചാൽ കിട്ടുന്ന വിവരങ്ങളെ അതിനെ പുനഃപരിശോധിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കുഴപ്പമാണ്. ഇപ്പൊ പല ആളുകളും എത്തിപ്പെടുന്ന ഒരു അബദ്ധമുണ്ട്. ആ അബദ്ധത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. പല ആളുകളും ഏറ്റവും പ്രാമാണികമായ ഇടത്തുനിന്ന് പഠിക്കുന്നതിന് പകരം യൂട്യൂബിൽ നിന്ന് പഠിക്കും, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നാസ്തികതയിലേക്കും യുക്തിവാദത്തിലേക്കൊക്കെ അവർ പോകും. കാരണം ഇതിൽ ചോദിക്കുന്ന ലളിത യുക്തികൾ നന്നായിട്ട് നമ്മൾ ചിന്തിക്കുകയും നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖും ഹിദായത്തും കിട്ടുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മാറി. എല്ലാത്തിലുണ്ട്. അപ്പൊ അതിപ്പോ ശ്രദ്ധാപൂർവം ചെയ്യണം എന്നർത്ഥം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്. ടീച്ചർ കുറച്ചായി നമ്മളെ കൂടെ അല്ലേ, ഒരു പോരായി അല്ലേ നമുക്ക് ക്ലാസ്സിൽ വരുമ്പോൾ ഒരു ഇറങ്ങിയതാണ്. അള്ളാഹു ഹൈർ നൽകി അനുഗ്രഹിക്കുമാറാണ്. നമ്മളിൽ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാണ്. ഇന്നലെ ഞാൻ സഹകരണ പോയപ്പോൾ അവിടെ നമ്മളിവിടെ നാട്ടിലുള്ള ഒരാൾ ഷോക്ക് അടിച്ചിട്ട് അതെ ആശ്വാസം ഉണ്ടെന്നൊക്കെ കേട്ടു. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മരണം ആരാ? മഞ്ഞാന്ന് പള്ളിയിൽ വന്ന ആളാണ്. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين الحمد لله.